ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ബന്ധങ്ങളിലൂടെയാണല്ലോ വരുന്നത്. പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് അതുപോലെ ചേറൂർ സാറ് ഓരോരുത്തർ ലീഡേഴ്സുമായിട്ട് മുന്നേ ആത്മബന്ധം ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് പ്രിയപ്പെട്ട ഉമർ സാർ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ സമയത്ത് ഇതിനെ ഞാൻ കാര്യമായിട്ട് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇതിങ്ങനെ ഊന്നി പറയാൻ കാരണം ഇതിലുള്ള തുടക്കക്കാരോടും പുതിയ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ ശങ്കിച്ച് നിൽക്കല്ലേ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചറിഞ്ഞ ആളുകൾ എപ്പോഴും സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, നേരത്തെ എന്തുകൊണ്ട് ഇതിനെ ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ ലീഡേഴ്സ് ഇത് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ഇതിനെ കാര്യമായിട്ട് ഞങ്ങൾ എടുത്തില്ല എന്നുള്ള ആ ഒരു സങ്കടകരമായ കാര്യം പല ലീഡേഴ്സും ഓർക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഇത് പറഞ്ഞ സമയത്ത് അതിനെ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഉമർ ഉസ്താദ് ഓക്കെയാണ്, അദ്ദേഹം നല്ല വ്യക്തിയാണ്, ആരെയും പറ്റിക്കുന്ന ആളല്ല, ഒരു മത അധ്യാപകനാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും വിട്ടുപോയതാണോ എന്ന് ശങ്കിച്ച് അതിനെ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഈ സൂമിൽ ഉള്ളത് കൊണ്ട് പറയുകയാണ്, ഒരു സങ്കടം എനിക്കുള്ളത്, ഉമർ ഉസ്താദ് ഒന്ന് ഊന്നി പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ചൊല്ലുണ്ടല്ലോ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ. ഹംസ സാറെ, ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളൊന്ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഒന്ന് വരണം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് അയച്ചു തരൂ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒട്ടും സംശയിക്കാതെ ഞാൻ അവിടെ നളന്ദയിൽ പോയിരുന്നു, എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയാണ്. അദ്ദേഹം ആ സമയത്ത് അതിനെ കാര്യമായിട്ട് പഠിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇത് കുറെ കാലം ഇതിന്റെ മീറ്റിങ്ങും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്ന സമയത്താണല്ലോ ഇതിനെ ബോധ്യപ്പെടുക. അപ്പൊ അങ്ങനെ അന്ന് അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ വൺ സൈഡ് ചിലപ്പോ കോടികൾ വീവി കയറിയേനെ. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അങ്ങനെയാണ് പ്രിയപ്പെട്ട ചേറൂർ സാർ എന്നെ നിർബന്ധപൂർവം നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് എന്നെ നളന്ദ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകുന്നതും അപ്പോഴാണ് ബിസിനസിന്റെ ആ ഒരു സാധ്യത എനിക്ക് മനസ്സിലാകുന്നതും. അന്ന് തൊട്ട് നിരന്തരം എല്ലാ പ്രോഗ്രാമുകളും കഴിവിന്റെ പരമാവധി ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ബിസിനസ് ശരിക്കും എൻ്റെ ഉള്ളിൽ കയറിയതും ആരെന്ത് പറഞ്ഞാലും ഈ ബിസിനസ്സിൽ ഒരു നെഗറ്റീവും എനിക്ക് കാണാൻ പറ്റാത്തതും അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ, നിരന്തരം നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ തുടക്കത്തിൽ വരുമാനമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, വരുമാനമൊന്നും കാര്യമായിട്ട് കിട്ടൂല തുടക്കത്തിൽ. പക്ഷെ ഇതിന് നമ്മളൊന്നും മുടക്കുന്നില്ലല്ലോ, ഒരു നഷ്ടസാധ്യത ഇല്ലല്ലോ. ഇത് ഒരു 4-5 കൊല്ലം കൊണ്ട് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു അവസരമാണ്. ഈ അവസരം നിങ്ങൾ പഠിക്കണം. തുടക്കത്തിൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തോട്ടെ, എന്ത് ജോലി ചെയ്തോട്ടെ, അതോടൊപ്പം നിങ്ങൾ ഇതിനെ കൊണ്ടുപോവുക. നിരന്തരം ഇതിന്റെ പ്രോഗ്രാമുകളും മറ്റും സൂമും മറ്റുമൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളെ ഉള്ളിലേക്ക് കയറുക. ഉള്ളിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമ്മൾ ഇത് മറ്റൊരാളോട് ധൈര്യമായിട്ട് പറയുള്ളൂ. ഏതൊരാളെ കണ്ടാലും അദ്ദേഹത്തെ കുറച്ച് നിർണയം നമ്മൾ വീക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ ഏകദേശം അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊക്കെ കഴിവുണ്ട്. ആ സമയത്ത് ഈ ബിസിനസ് ചാൻസിൽ അവരോട് പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, എൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. ആ സമയത്ത് നമുക്കിത് മറ്റൊരാളോട് വ്യക്തമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്ക് ടീം ഡെവലപ്പ് ആവുള്ളൂ. നമ്മളൊരാൾ മാത്രം ഇതിൽ 2-3 രീതിയിൽ ബിസിനസ്സിനെ നമ്മൾ കാണാം. ഒന്ന്, നമുക്ക് ഒരു കസ്റ്റമറായിട്ട് തുടരാം, അതായത് ക്വാളിറ്റി ഉള്ള സാധനം ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ലൈഫ് ടൈം വാങ്ങി ഉപയോഗിക്കാം. മറ്റൊന്ന്, നിത്യേന ഒരു 500-300-1000 ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ, മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഹോൾസെയിലിൽ വാങ്ങിയിട്ട് റീറ്റെയിലിൽ വിറ്റിട്ട് കാശ് ഉണ്ടാക്കാം. അങ്ങനെ കുറെ ആളുകളുണ്ട്. അതും ഒരു ബിസിനസ് ആണ്. കാരണം ജനങ്ങളുടെ അടിയിൽ ഇറങ്ങിച്ചെന്ന് ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുക, ഈ ബിസിനസ് പരിചയപ്പെടുത്തുക, അത് നല്ലൊരു ഇതാണ്, ജോലിയാണ്. നമ്മൾ റീറ്റെയിൽ വിറ്റ് കാശ് ഉണ്ടാക്കുക, ആ രീതിയിലും ആവാം. പിന്നെ സ്വപ്നങ്ങൾ കൂടുതലുള്ള ആളുകൾക്ക് ടീം ഡെവലപ്പിലൂടെയാണ് നമുക്ക് പാസീവ് ഇൻകം, അതായത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്തും ഇതിലൂടെ വരുമാനം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യണം. ആ ടീം ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ പ്രോഗ്രാമുകളും ലീഡേഴ്സ് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള നൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറയാതെ ഇതിനെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിലേ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയുള്ളൂ.
മറ്റൊന്ന് പ്രൊഡക്റ്റിന്റെ യൂസേജ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇതിലൂടെ പരിഹാരം കാണണം. ഇപ്പോ ബിലോ 37, അതേപോലെ കവചപ്രാശം, അതേപോലെ ഇൻഹാലർ, ഇത്തരം സാധനങ്ങളൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം. സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പൗഡർ, ഒട്ടനവധി സാധനങ്ങൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ സാധനങ്ങളാക്കി നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിൽ ഇതിനോടുള്ള ഒരു ഉറപ്പ് വരിക. ഇത് മറ്റൊരാളോട് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമല്ലോ. യൂസ് ചെയ്യാത്ത കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീട്ടിലുള്ള ഓരോരോ ഉൽപ്പന്നങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോഴാണ് നമ്മൾ മറ്റൊരാൾ പറയാൻ പറ്റുക. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ, അവര് നമ്മൾ എങ്ങനെയാണോ ഈ ബിസിനസ്സിനെ നമ്മൾ ആദ്യം കണ്ടത് അതേ രീതിയിലായിരിക്കും അവർ കാണുക. അപ്പൊ 1, 2, 10 തവണ ഒക്കെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ അവര് ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് വരാൻ ഒരു മെനക്കെടുള്ളൂ. അപ്പൊ ആ മീറ്റിങ്ങിന് വരാൻ വേണ്ടി നമ്മൾ നിരന്തരം അവരെ വിളിച്ചുകൊണ്ടിരിക്കണം, സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചുകൊണ്ടിരിക്കണം. 10 പ്രാവശ്യം വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സമയമായിരിക്കും അവർക്ക് വരാൻ പറ്റുക. അങ്ങനെ പതിയെ പതിയെ അവരെ കൂടെ കൂട്ടി പ്രോഗ്രാമുകളും മറ്റും അറ്റൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ ലീഡേഴ്സ് ക്രിയേറ്റ് ആയിട്ട് വരിക. അപ്പൊ അതിന് എല്ലാവരും എന്ത് ചെയ്യണം, മുൻകൈ എടുക്കണം. ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മൾ ഒന്ന് വീക്ഷിക്കണം, നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ, പറയാൻ പറ്റുന്ന ആളെ ആരെങ്കിലും ഉണ്ടോ. അങ്ങനെ അവരെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് നമ്മൾ പതിയെ പതിയെ പറഞ്ഞ് നമ്പർ വാങ്ങി ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പതിയെ പതിയെ അവരെ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമം നടത്തണം. അങ്ങനെയാ നമുക്ക് ടീം ഉണ്ടാവും. ടീം ഉണ്ടെങ്കിലേ ഭാവിയിൽ നമുക്ക് ഒരു പാസീവ് ഇൻകം വരുള്ളൂ. ഒരു 4, 5, ഒരു 2, 3 വർഷം ഇതിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തണം. ആ സമയത്ത് വരുമാനമൊന്നും വന്നോളണമെന്നില്ല. വരുമാനം വരുന്നില്ലല്ലോ എന്ന് കരുതി നമ്മൾ മാറി നിൽക്കരുത്. മാറി നിന്നാൽ പതിയെ പതിയെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകും. വിട്ടുപോയാൽ ഈ അവസരം നമുക്ക് നഷ്ടപ്പെടും. ലീഡേഴ്സ്, ഇതിനെ പഠിച്ച ലീഡേഴ്സ് നിരന്തരം നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ശല്യമാണ് എന്നൊക്കെ തോന്നി ഫോൺ എടുക്കാതിരിക്കുക. അതുപോലെ അവരെന്താ നിരന്തരം ശല്യം ചെയ്യുന്നെന്ന് തോന്നി നമ്മൾ മാറി നിന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ ലീഡേഴ്സിന്റെ മുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ 100% നമ്മൾ വിശ്വാസം അർപ്പിക്കണം. ഈ ലീഡേഴ്സ് ഒരിക്കലും നമ്മളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ നമ്മളെ വെച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് കാണുകയോ ചെയ്യില്ല. ഒരു യഥാർത്ഥ ലീഡർ, കാരണം മൈലൈഫിനെ കുറിച്ച് പഠിച്ച ഒരാൾ കൂടെ ഒരാളെ കൊണ്ടുവന്നാൽ ഏത് വിധേനയും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ കൂടെ വന്ന ആൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവരെ നിരന്തരം നമ്മൾ വിളിക്കുന്നതും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറയുന്നതും. പ്രോഗ്രാമിലേക്ക് ചിലപ്പോ ഒരു 100 രൂപന്റെ ടിക്കറ്റ് ഉണ്ടാവും, 300ന്റെ ടിക്കറ്റ് ഉണ്ടാവും, പിന്നെ RTP ഒക്കെ ഒരു 3000, 3500 ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പഠന കളരിയാണ്. ഈ RTP ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥമായിട്ട് ഈ മൈലൈഫിന്റെ അവസരം, ഇതിലൂടെ കിട്ടുന്ന ഓരോരോ ഗുണങ്ങളും. പണം മാത്രമാണോ ബിസിനസ്? മൈലൈഫിന്റെ ബിസിനസ് പണം മാത്രമല്ല, ഒരു വ്യക്തിയെ യഥാർത്ഥ വ്യക്തിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ മെയിനായ കാതലായ കാര്യം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. എല്ലാവർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, 2 കാല് 2 കൈ എല്ലാം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ മൈൻഡ് സെറ്റ് നമ്മളെ ബുദ്ധിയിൽ മാറ്റുന്ന സമയത്താണ് നമുക്ക് വിജയം ഉണ്ടാവുക. ഓരോ കാര്യം ചില ലീഡേഴ്സ് പറയാറുണ്ട്, നമ്മള് മീന് അക്വേറിയത്തിലാണ് വളരുന്നത് എന്നെങ്കിൽ അതിന് 10 സെന്റിമീറ്റർ വലിപ്പം കാണും. അദ്ദേഹം കൊമ്പൻസ്രാവായി വളരണം എന്നുണ്ടെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ തന്നെ ഇത് വളരണം. അപ്പോഴാണ് വളർച്ച ഉണ്ടാവുക. അപ്പൊ ഓരോ ഫീൽഡിലേക്കും നമ്മൾ ഇറങ്ങി അതിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് നമ്മളെ മൈൻഡിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉദിക്കുക. അത്തരം ആശയത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനുള്ള ട്രെയിനിങ് ആണ് ഈ RTP, FSS പോലത്തെ പ്രോഗ്രാമിന് നമുക്ക് കമ്പനി തരുന്നത്. അപ്പൊ പണം മാത്രമല്ല, ഈ പണത്തേക്കാൾ ഉപരി പലതും ഈ ബിസിനസ്സിലൂടെ നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന എൻ്റെ സ്നേഹജനങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി 1, 2, 3 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമ കൈവരിക്കണം. ക്ഷമിച്ച് മുന്നോട്ട് പോകണം. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ എത്ര കാലമായി വന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ടീമിനെ കിട്ടുന്നില്ല, എൻ്റെ കൂടെ ആരും വരുന്നില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് കരുതി നമ്മൾ മാറി നിന്നാൽ
വല്ലാത്തൊരു സങ്കടകരമായിരിക്കും. ചിലപ്പോൾ 4, 5, 10 വർഷം കഴിച്ച് നമ്മളെ കൂടെ വന്ന ആളുകൾ വലിയ ലെവലിലേക്ക് മാറുന്ന സമയത്തായിരിക്കും ഇതിന്റെ സങ്കടം. ഓ, അന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന സങ്കടം നമ്മൾക്ക് വരിക. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. പിടിച്ചു നിന്നാൽ തീർച്ചയായിട്ടും പല ഗുണങ്ങളും, പണം മാത്രമല്ല, ഞാൻ പറയുന്നു പണം മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ. നമ്മളെ ഡ്രസ് കോഡ് മാറും, നമ്മളെ ബുദ്ധി മാറും, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു സദസ്സിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം, ഒരു 10 പേരെ ഒരു 10 പേരുള്ള ഒരു ടീമിൽ നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ബിസിനസ്സിലൂടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ജ്യേഷ്ഠാനുജന്മാര്, നമ്മുടെ പെങ്ങന്മാര്, അവരെ മക്കള്, 18 വയസ്സായ നമ്മളെ കുടുംബത്തിലുള്ള നമ്മളെ ഏരിയയിലുള്ള എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഐഡിയ അടിച്ച് കൊണ്ടുവരണം. നമ്മളെ മക്കളെ ഐഡിയ അടിക്കാൻ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, അവർ ഐഡിയ അടിച്ചിടുക. തുടക്കത്തിലൊന്നും അവർ ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തു പോലുമില്ല, ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുമായിരിക്കും. പക്ഷെ 4, 5 കൊല്ലം കഴിയും പറയുന്ന സമയത്ത് അവർക്കൊരു സാമ്പത്തിക ബാധ്യത, ഒരു കല്യാണമൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിവ് വരുന്നൊരു സമയത്ത് അവർക്കത് ഉപകാരപ്പെടും. അപ്പൊ വൺ സൈഡ് അവർക്ക് എന്താവും, ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളെ വീതി കയറി കിടക്കുന്നുണ്ടാവും. അപ്പൊ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഓ, എന്റെ പണി പകുതി എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് വരുമാനം വരുമല്ലോ എന്ന ചിന്താഗതിയിൽ അവർ ഇറങ്ങി പ്രവർത്തിച്ചോളും. അപ്പൊ വൺ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, വീതി കയറ്റി അവിടെ വെച്ചാൽ ഭാവിയിൽ ഒരു വർഷത്തിലൊരു 2000-3000 രൂപ, അല്ലെങ്കിൽ ഇപ്പൊ 2 ഐഡിയ ആണെങ്കിൽ 2000 രൂപ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതിന്റെ വീതി നമുക്ക് കയറുമല്ലോ, അതിന്റെ വരുമാനം നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ നമ്മുടെ ഓരോരുത്തരും അനിയന്മാരായിക്കോട്ടെ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ 5 മക്കളായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്, ഭാര്യന്റെ ഐഡിയ അടിച്ചിട്ടുണ്ട്, അനിയന്മാരെ ഐഡിയ അടിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലം അവരോട് പറയും, ചിലപ്പോൾ അവര് വാങ്ങും, അല്ലെങ്കിൽ ഞാൻ കാശ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവർ ഐഡിയ പുതുക്കി കൊടുക്കും. അപ്പൊ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ ഐഡിയ ഒക്കെ നമ്മൾ പുതുക്കി കട്ടാവാതെ, എല്ലാ വർഷവും ഒരുപാട് ഐഡിയകൾ കട്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ബന്ധപ്പെട്ട നമ്മുടെ അതേപോലെ ക്ലോസ് ഫ്രണ്ട്സ്, ആത്മാർത്ഥമായിട്ട് ഇതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ചില ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ചില സാമ്പത്തിക പ്രയാസം മൂലം ചിലപ്പോൾ ഐഡിയ നമ്മൾ പുതുക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഇതിൽ തന്നെ ഒരുപാട് ഐഡിയകൾ, പിന്നെ തീരെ ശ്രദ്ധിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും, എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത. അത്തരം ആളുകൾ എന്ത് ചെയ്യണം, അവരെ പ്രൊഫൈല് നോക്കിയിട്ട് അഡ്രസ്സ് നമ്മൾ പേപ്പറിലേക്ക് എഴുതി എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം, താഴെ കൊണ്ടുവന്ന് ഐഡിയ അടിച്ചു കൊടുക്കുക. പ്രവർത്തിക്കുന്ന സമയത്ത് പ്രവർത്തിക്കട്ടെ. എല്ലാത്തിനും അപ്പൊ ഈ ബിസിനസ്സിൽ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ, ബിസിനസ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 35-40 വർഷത്തോളമായി ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണുള്ളത്. ബോംബെയിലായിരുന്നു കുറെ കാലം. അതുകൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു, എന്താണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഹിന്ദിയിലാണ്. അപ്പൊ ഹിന്ദിയിൽ ഞാനിത് നോക്കുന്ന സമയത്ത് അപാരമായ ഒരു ലീഡേഴ്സിന്റെ നിര തന്നെ ഈ ഉത്തരേന്ത്യയിലും മറ്റും ഒക്കെ വലിയ വരുമാനം വാങ്ങുന്ന ആളുകൾ ഈ ബിസിനസ്സിലുണ്ട്. അതൊക്കെയാണ് ആദ്യമായിട്ട് നോക്കി ഞാൻ പഠിച്ചത്. അതിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റും ഹിന്ദിയിൽ കിട്ടും. ഹിന്ദി അറിയുന്ന ആളുകൾക്ക് അറിയാം. നല്ല പിന്നെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരുപാട് വീഡിയോസും മറ്റുമൊക്കെ ഈ ഹിന്ദിയിൽ നമുക്ക് കിട്ടും. അത് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ അസുഖം, എനിക്കൊരു പ്രയാസം വന്നത് പൈൽസിന്റെ വിഷയമായിരുന്നു. പൈൽസിന്റെ വിഷയം എനിക്ക് കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മരുന്നിനോട് അത്ര താല്പര്യം കാണിക്കാത്ത ആളായത് കൊണ്ട് തന്നെ അങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ പ്രയാസം വന്നു, അതായത് ബാത്റൂമിൽ പോയിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, അസഹ്യമായ വേദന വന്നു. ആ സമയത്ത് ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ, എന്റെ പ്രയാസം മാറി കിട്ടണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇത് താൽക്കാലികമായിട്ട് ഇതിന് 100% ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല, കാരണം ഇത് ചെയ്തവർക്ക് ചിലർക്കൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളെ താൽക്കാലിക പ്രയാസം മാറി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ. എന്നാലും ആവാം എന്ന് കരുതി ഞാൻ പുറത്തിറങ്ങി. ആ സമയത്ത് മറ്റൊരു വ്യക്തി ആ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവര് പറഞ്ഞു, അവരായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെയാണ്, ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അയാളൊരു അനുഭവം, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയാസം ചിലർക്കെങ്കിലും
നമുക്ക് ബാത്റൂമിൽ പോവാൻ തോന്നി തുടങ്ങിയാൽ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കാമണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ഒരു അലാസ്റ്റിക് സിസ്റ്റം നമ്മുടെ ആ ഗുദ ഭാഗത്തുണ്ട്. അത് ചിലർക്കെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. ആ ഞരമ്പ് കട്ടായി അങ്ങനെ അതിന്റെ ആ ഒരു നമ്മുടെ കെറിങ് കപ്പാസിറ്റി ഇല്ലാണ്ടായി പോയേക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. അങ്ങനെയാണ് ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. അന്ന് ഹമീദ് ഉസ്താദുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. ഹമീദ് ഉസ്താദ് അന്ന് ലിവഗൈൻ, ഇന്നിപ്പോ നമുക്ക് പൈൽസ് CC പൈൽസ് ക്രീം ഒക്കെ ഉണ്ട്. അന്ന് ലിവഗൈന് ഇമ്മ്യൂണോത്രി പ്ലസ്, അതേമാതിരി ആദ്യത്തെ ഒരു മാസം ഡെയിലി ഡെറ്റോക്സ് ഒക്കെയാണ് ഞാൻ കഴിച്ചത്. 6-7 മാസം ഞാൻ തുടർച്ചയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എനിക്ക് 100% കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോയിട്ടില്ല. ഇന്ന് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രയാസവും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ ഉമർ ഉസ്താദിന്റെ ആ യൂട്യൂബ് ലിങ്കിലൊക്കെ ചിലപ്പോൾ അത് കാണാം എൻ്റെ എക്സ്പീരിയൻസ്. അതുപോലെ വീട്ടില് എൻ്റെ ഉമ്മ ഒരു 76 വയസ്സായിട്ടുണ്ട് ഉമ്മക്ക്. ഉമ്മ ആദ്യം ഇംഗ്ലീഷ് മരുന്നൊക്കെ പലതും കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പൊ പ്രഷറിന്റെ ഒരു ഗുളിക ഒഴിച്ച് ഒരു ഗുളികയും ഉമ്മ കഴിക്കുന്നില്ല. ഇമ്മ്യൂണിറ്റി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും. വെൽഹാർട്ട് തീരുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും. വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ലിവഗൈൻ വാങ്ങിയിട്ട് പോവും. അങ്ങനെ എല്ലാ പിന്നെ ഉൽപ്പന്നങ്ങളും ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഉമ്മയാണ്. പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. പ്രഷറിന്റെ ഗുളിക അവരത് സ്ഥിരം കഴിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടില്ല. അതുപോലെ വീട്ടില് ബിലോ 37 ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. വീട്ടിൽ എൻ്റെ മക്കളും പേരമക്കളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പനി വന്നാൽ ഉടനെ എടുത്ത് കഴിക്കും. 2-3 ദിവസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ മാത്രമേ ഞാൻ ഡോക്ടറെ സമീപിക്കാറുള്ളൂ. ഒരുപാട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കുറെ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ മറ്റൊരു റിസൾട്ട്, എൻ്റെ ഭാര്യ ഇപ്പൊ ഒരു 6 മാസം മുമ്പ് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വരാൻ കാരണം ഉറക്കൊഴിക്കലും ടെൻഷനും എല്ലാം കൂടെ ആയിരുന്നു. അങ്ങനെ സ്ട്രോക്ക് വന്നു, വീണു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തലച്ചോറിൽ ഞരമ്പ് പൊട്ടി നിറഞ്ഞു. അൽമാസിലായിരുന്നു. ഒരു 8 ദിവസം അവിടെ, 2 ദിവസം ICUലായിരുന്നു. അങ്ങനെ ICUന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു. പറഞ്ഞു ഞാനിങ്ങനെ ഒരു വെൽനസ് പ്രൊമോട്ടറാണ്, അപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. 95 എന്നൊരു ഉൽപ്പന്നം ഉണ്ട്. അപ്പൊ അത് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഭാഗം വൺ സൈഡ് എല്ലാം തളർന്നു പോയി. ഒരു സൈഡ് സംസാരിക്കാൻ പറ്റണില്ല, മുഖം ഒരു ഭാഗത്തേക്ക് കൂടി, ഒരു സൈഡ് ഒന്നായിട്ട് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു. ഞാനൊരു അന്ന് തൊട്ട് ഒരു 3 മാസത്തോളം ഞാൻ അടുപ്പിച്ചു കൊടുത്തു. ഇന്ന് എൻ്റെ ഭാര്യ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കൈക്ക് കുറച്ചും കൂടെ ബലം വരാനുണ്ട് എന്നതൊഴികെ സംസാരിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ വീട്ടിലെ എല്ലാ ജോലികളും, കനപ്പെട്ട ജോലി, ഇപ്പൊ എന്താ പറയാ, തുണി പിഴിയാന് പറ്റൂല, അതിന് ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്തു. അതുപോലെ തേങ്ങ പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പൊളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾ പൊളിച്ചു കൊടുക്കണം. തേങ്ങ ചിരവുക അതിന് പറ്റില്ല. അല്ലാണ്ടുള്ള എല്ലാ വീട്ടിലെ ജോലികളും എൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ട്. നമ്മളെ 95ന്റെ നല്ലൊരു റിസൾട്ടാണത്. അപ്പൊ അത്തരം രോഗികളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരോട് അവരെ മരുന്നിന്റെ കൂടെ നമ്മൾ അവരെ മരുന്ന് നിർത്തിയിട്ടൊന്നും പറയണ്ട. ഇപ്പൊ ഡോക്ടർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ. അതോടൊപ്പം 95, അതേമാതിരി നെർവ് എനർജി, അതേപോലെ വെൽഹാർട്ട്, അതേപോലെ നോവേദന ക്യാപ്സ്യൂൾ, ഇതൊക്കെ ഇപ്പൊ എൻ്റെ ഭാര്യ സ്ഥിരം കഴിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ ചുറ്റുപാട്ട്, നമ്മുടെ കുടുംബത്തിലും നമ്മളെ അയൽപക്കത്തും ഒക്കെ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അവരോട് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പറയാണ്ടിരിക്കരുത്. അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, അത് നമുക്ക് വിഷയമല്ല. നമ്മൾ പറയാണ്ടിരിക്കരുത്. അത് നമ്മളൊരു ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൊണ്ട് അവർക്ക് ശിഫ കിട്ടിയാലോ ആ രോഗം ഭേദമായാലോ അവർ കഴിക്കുന്നില്ലെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് പറയാൻ മടിക്കരുത്. എങ്ങനെ നമ്മൾ അതേപോലെ ഈ ബിസിനസ്സിന് മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്റ്റോക്ക് വേണം, കയ്യിൽ സ്റ്റോക്ക് വേണം. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഒരു 2 പേസ്റ്റ് 3 പേസ്റ്റ് വാങ്ങി അതല്ല ബിസിനസ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിൽ അതിൽ എങ്ങനെ ആയാലും ഒരു 50,000-നോ 1,00,000-നോ നമുക്ക് പാത്രങ്ങൾ വാങ്ങേണ്ടി വരും, സ്റ്റൗ വാങ്ങേണ്ടി വരും, ഗ്യാസ് സിലിണ്ടർ വേണം, ജോലിക്കാരെ വെക്കണം, വാടക കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം, ഒരുപാട് കാശിന് ചെലവുണ്ട്. അപ്പൊ ഒരു ബിസിനസ് ആകുമ്പോൾ അതിനെ കുറച്ചൊക്കെ നമ്മൾ ആ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ആളുകൾ ഒരു 50,000 രൂപന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിൽ കരുതണം. അത് ചെലവാകുന്ന സാധന, അത് ചെലവാവില്ല എന്ന് വരും. ആവാത്ത സാധനം നമ്മളെ ലീഡേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ ഏതൊരു ബിസിനസ്സിലാണ് ഉള്ളത്?
മുടക്കിയ കാശ് നിങ്ങൾക്ക് സാധനം വേസ്റ്റ് ആവുകയാണെങ്കിൽ തിരിച്ചു തന്നോളൂ എന്ന് പറയാൻ ആരാണുള്ളത്? നമ്മളെ ലീഡേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പോവാത്ത സാധനം ഞങ്ങൾ തിരിച്ചെടുക്കും, പോകുന്ന സാധനം തിരിച്ചു തരും. അപ്പൊ ഒരു 50,000 സാധനമെങ്കിലും നമ്മൾ വീട്ടിൽ കരുതണം. അപ്പോഴേ നമ്മുടെ കൂടെ ഒരു 4, 5, 10 പേരുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അപ്പം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത മെയിൻ ലീഡേഴ്സ് ഒക്കെ ഒരു 50,000 സാധനമെങ്കിലും കയ്യിൽ കരുതണം. എന്നിട്ട് അപ്പോഴേ നമ്മുടെ കൂടെ വന്നവർക്ക് അതൊരു പാടാവുള്ളൂ. എന്റെ ലീഡർ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഒന്ന് ഉയരണം എന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അത് അവരെ കാണിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് അവര് ഇനിയിപ്പോ 50,000 35,000 കുറഞ്ഞത് 25,000 വാങ്ങിയിട്ടൊരു ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്താണ് അയൽവാസികളായ ആളുകളും നമുക്ക് ബന്ധപ്പെട്ട നമ്മളെ സുഹൃത്തുക്കളും ഇങ്ങനൊരു ബിസിനസ് ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കണ്ടേ. എന്നിട്ട് നമ്മളത് സ്റ്റാറ്റസ് വെക്കുക, കുടുംബ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. നിരന്തരം ഉമർ ഉസ്താദ് പറഞ്ഞ ഞാൻ നിരന്തരം എന്ത് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് വെക്കാൻ ഞാൻ മടിക്കാറില്ല. ഡെയിലി സ്റ്റാറ്റസ് വെക്കും. കുടുംബ ഗ്രൂപ്പ് അവരെന്തോ വിചാരിക്കട്ടെ, നമ്മൾ തട്ടിപ്പല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ സത്യസന്ധമായ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. കളവ് പറയാത്തൊരു ബിസിനസ്സുകാരായ ആളുകൾ ഇതിലുണ്ടെങ്കിൽ അറിയാം. കളവ് കുറച്ചെങ്കിലും പറയാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അത് ബിസിനസിന്റെ ഭാഗം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് അറിയാണ്ട് വന്നു പോകുന്ന. അത്ര പോലും ഈ ബിസിനസ്സിൽ ഒരു കളവോ വഞ്ചനയോ ആളെ പറ്റിക്കലോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലാത്തൊരു ബിസിനസ് അല്ലേ. എന്തുകൊണ്ട് നമ്മൾ മടിക്കണം? സ്റ്റാറ്റസ് നിരന്തരം വെക്കുക. അതേപോലെ ഉമർ ഉസ്താദ് കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി വിട്ടു തരുന്നുണ്ട്. അത് നമ്മൾ ഷെയർ ചെയ്യുക, ഗ്രൂപ്പിൽ ഇടുക, സ്റ്റാറ്റസ് വെക്കുക. അങ്ങനെ അങ്ങനെ പതിയെ പതിയെ നമ്മളെ കാര്യങ്ങളൊക്കെ അവരറിയും. അറിയുന്ന സമയത്ത് ആരെങ്കിലും അവരെ വീട്ടിൽ പുറത്തുനിന്നൊക്കെ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഒക്കെ സ്ത്രീകള്, അതായത് പിന്നെ അന്നാന്ന് റീറ്റെയിൽ ചെയ്ത് വിറ്റ് 300-500 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. അവര് വീട്ടിലൊരു സാധനം കൊണ്ടുവരും. ഇത് നമ്മളെ ഇന്ന ആള് ഇത് ഉണ്ടല്ലോ, അവരെ വീട്ടിലുണ്ടല്ലോ, എന്നാലും നമുക്ക് അവരെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പോരെ, എന്തിനാ അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? ആ രീതിയിൽ ചിന്തിച്ചിട്ടെങ്കിലും നമുക്ക് ബിസിനസ് വരും. എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എന്ത് ബിസിനസ് നിങ്ങൾ ചെയ്തോളൂ, എന്ത് ജോലി നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഇതിനെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. 4, 5, 10 കൊല്ലം കൊണ്ട് ഇതില് നമുക്ക് വെറുതെ തോന്നുന്നതാണ്, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് കാര്യമായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, ജനങ്ങളിടയിൽ ഇറങ്ങി സംസാരിക്കാനുള്ള കഴിവില്ല, ഒരാളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള കഴിവില്ല, എന്ന് വെറുതെ തോന്നുന്നതാ. വിദ്യാഭ്യാസ യോഗ്യത ഇതിലൊരു നിർബന്ധമല്ല. കാരണം ഇതിൽ 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരും 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരും 10ാം ക്ലാസ് പൂർത്തിയാക്കാത്ത ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ലീഡേഴ്സിനെ വിശ്വസിച്ച് അവരെ കൂടെ നിന്നു എന്നുള്ളതാണ്. ലീഡേഴ്സ് പറഞ്ഞ സമയത്ത് തന്നെ ഏറ്റെടുത്തപ്പോ വൺ സൈഡ് അടിച്ചു കയറി. അത് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണത്. വൺ സൈഡ് ചിലപ്പം 10-15 കോടിയൊക്കെ കാണും. മറ്റേ സൈഡ് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. പക്ഷെ ചിലരെങ്കിലും ഉസ്താദൊക്കെ ഇപ്പം 2 ലൈനും കൊണ്ടുപോയി എന്നാ പറയുന്നത്. അയ്യൂബ് സാർ അദ്ദേഹത്തെ ചേർത്തു എന്നല്ലാതെ ഒരു ഉസ്താദ് പൂച്ചക്കുട്ടിയെ പോലും എനിക്ക് തന്നിട്ടില്ല. അപ്പൊ അത്തരം അതും നമ്മൾ മനസ്സിലാക്കണം. ലീഡേഴ്സിന്റെ ഇതല്ല, ബാധ്യതയല്ല ആളെ ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ആളുകളെ കണ്ടെത്തണം. ചിലരെ ഭാഗ്യവന്മാർക്ക് ചിലപ്പോൾ ലീഡേഴ്സ് തന്ന് ചേർത്തിട്ടത് കൊണ്ട് വൺ സൈഡ് ഇഷ്ടം പോലെ കയറി കിടക്കുന്നുണ്ടാവും. എന്ന് കരുതി നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ 2 സൈഡ് നമ്മളെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ എന്റെ കാര്യം തന്നെ, ഞാൻ എന്റെ വൺ സൈഡ് വീക്കായി കിടക്കുകയായിരുന്നു. പ്രിയപ്പെട്ട താഹിർ വാഫി വന്നു, പ്രിയപ്പെട്ട ഉവൈസി യമാനി വന്നു, പ്രഗത്ഭരായ ചെറുപ്പക്കാരായ ബ്രില്യന്റ് ആയ ആളുകൾ വന്ന് അവിടെ ഉയർന്നു, ഇവിടെ വീക്കായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പക്കാരായ ആളുകള്, സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹമുള്ള ആളുകള്, പ്രയാസമുള്ള ആളുകള്, ആഗ്രഹമുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തി നമ്മളെ ലെഫ്റ്റിലും റൈറ്റിലും പോസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരാൾ വന്ന് കിട്ടിയാൽ, ഒരു ഉമർ ഉസ്താദ് വന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്ന ഒരു ബോധ്യം ഉണ്ടായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം ഈ ബിസിനസ്സിനെ പഠിച്ച് മനസ്സിലാക്കി മുന്നേറണം. അപ്പൊ അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി മുന്നേറുന്ന സമയത്ത് ഒരു ഉമർ ഉസ്താദ് നമ്മളെ ബ്രാഞ്ച് 1-ലും, ഒരു ഉമർ ഉസ്താദ് നമ്മളെ ബ്രാഞ്ച് 2-ലും ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ കൈവിടാതെ മുന്നോട്ട് പോകണം. ആയതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് എന്റെ ഒരു സമയക്കുറവ് കാരണം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്.